നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിൽ ഭരണപക്ഷമായ NDA പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സാധാരണക്കാർക്കു നേരെയുള്ള പോലീസ് അതിക്രമത്തിന്റെ വീഡിയോ ദൃശ്യം. കടിഹാർ ജില്ലയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവിനെയും സഹോദരിയെയും പോലീസ് ഉദ്യോഗസ്ഥർ ശല്യം ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. ബർസോയ് ടൗണിൽ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത് പോലീസ് അതിക്രമത്തിനിരയായ യാഷ് അഗർവാൾ തന്നെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ബർസോയ് ടൗണിലെ ഒരു റെസ്റ്റോറന്റിലാണ് സംഭവം അരങ്ങേറുന്നത്. സമീപത്തെ താമസക്കാരനായ യാഷ് അഗർവാൾ സഹോദരി അടക്കമുള്ള കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പതിവ് പരിശോധനയ്ക്കായി ഒരു പോലീസ് സംഘം റെസ്റ്റോറന്റിലെത്തി. സഹോദരിക്കൊപ്പം ഇരുന്ന് ഭക്ഷണത്തിനായി വെയിറ്റ് ചെയ്ത അഗർവാളിനെ പോലീസ് സമീപിക്കുകയും കൂടെയുള്ള വനിത ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു. തന്റെ സഹോദരിയാണ് അതെന്ന് അഗർവാൾ ശാന്തമായി മറുപടി നൽകിയെങ്കിലും സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥൻ ആക്രമണ മനോഭാവത്തോടെ പ്രതികരിച്ച് രംഗം വഷളാക്കി. അധികാര സ്വരത്തിൽ ശബ്ദമുയർത്തി സംസാരിച്ച ഉദ്യോഗസ്ഥൻ അഗർവാളിന്റെയും കുടുംബത്തിന്റെയും മാത്രമല്ല അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്ന മറ്റുള്ളവരുടെയും സ്വസ്ഥത നശിപ്പിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തോട് അഗർവാളും കുടുംബവും പ്രതികരിച്ചതോടെ റെസ്റ്റോറന്റിൽ ശക്തമായ വാക്കേറ്റമുണ്ടായി. ഒരു ഉദ്യോഗസ്ഥൻ നിലവിട്ട് പെരുമാറുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന മറ്റു പോലീസുകാർ അതിലൊന്നും ഇടപെടാതെ നിസ്സംഗത പാലിക്കുകയായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് സമയമാണ്, സ്വന്തം സഹോദരിയുടെ കൂടെ രാത്രി ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തു പോകാൻ കഴിയില്ല എന്ന കുറിപ്പോടെയാണ് ഹോട്ടലിലെ CCTV ദൃശ്യം യാഷ് അഗർവാൾ എക്സിൽ പങ്കുവച്ചത്. വീഡിയോ വൈറലായതോടെ പലരും ബീഹാർ പോലീസ്, കടിഹാർ ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവരെ ടാഗ് ചെയ്ത് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്നലെ രാത്രി വരെയും ഇതു സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ബീഹാറിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നവംബർ 6 ആദ്യഘട്ട പോളിംഗ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കടിഹാർ. 2005 മുതൽ ഇവിടെ BJPയുടെ തർക്കിഷോർ പ്രസാദ് ആണ് MLA. തെരഞ്ഞെടുപ്പിൽ പോലീസ് രാജ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാക്കാൻ ഒരുങ്ങുന്ന മഹാസഖ്യം കടിഹാറിലെ അതിക്രമം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്.